നമസ്കാരം. നൈസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നൈസ് ടി വി ന്യൂസ് ഇംപാക്ട്. കോട്ടോൽ പണിക്കരികുളത്തിന്റെ പണി പൂർത്തിയായി. വിവാദമായ ആൽമരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ ഫ്ലക്സ് ബോർഡുകൾ. ഇടതുമുന്നണിയുടെ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. അരുവായി ശ്രീ ചിറവൻപത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തി നിർഭരമായ 4ാം ദിനത്തിലേക്ക്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ജോയ്സ് നോയൽ എന്ന ക്രിസ്മസ് കരോൾ ഡിസംബർ 23 വൈകിട്ട് 6 മണിക്ക്. വാർത്തകൾ വിശദമായി. നൈസ് ടി വി ന്യൂസ് ഇംപാക്ട്. കോട്ടോൽ പണിക്കരികുളത്തിന്റെ പണി പൂർത്തിയായി. നൈസ് ടി വി ഇംപാക്ട്. കോട്ടോൽ പണിക്കരികുളത്തിന്റെ പണി പൂർത്തിയായി. കോട്ടോലിൽ നിന്നും പഴഞ്ഞി അരുവായിലേക്ക് വരുന്ന റോഡിലുള്ള പണിക്കരികുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പഞ്ചായത്ത് MLA ഫണ്ട് തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കുളത്തിന്റെ നവീകരണത്തിനാവശ്യമായ ഫണ്ട് കണ്ടെത്തിയത്. ഭിത്തികൾ കെട്ടാതെ ജനങ്ങൾക്ക് ഭീഷണി ഉയർത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന പണിക്കരികുളത്തെക്കുറിച്ച് നൈസ് ടി വി മുൻപ് വാർത്ത നൽകിയിരുന്നു. വിവാദമായ ആൽമരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ ഫ്ലക്സ് ബോർഡുകൾ. വിവാദമായ ആൽമരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ ഫ്ലക്സ് ബോർഡുകൾ. കരിയാമ്പ്ര റോഡിലെ വിവാദമായ ആൽമരത്തിന്റെ സംരക്ഷണത്തിനായി ബിജെപി പ്രവർത്തകർ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി. യാതൊരു തെറ്റും ചെയ്യാതെ മതമില്ലാതെ എല്ലാവർക്കും ശുദ്ധവായു നൽകുന്ന എന്നെ സംരക്ഷിക്കണം എന്നാണ് ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്. ഹരിത കേരളം, പരിസ്ഥിതി സംരക്ഷണം എന്നീ പേരുകളിൽ ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോൾ 30 വർഷമായ ആൽമരം മുറിച്ചു മാറ്റുന്നത് തെറ്റായ തീരുമാനമാണെന്നും ബോർഡിൽ പറയുന്നു. ഇടതുമുന്നണിയുടെ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. നോട്ട് ദുരിതം, സഹകരണ മേഖലാ സംരക്ഷണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതു ജനാധിപത്യ മുന്നണി ഡിസംബർ 29 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമുള്ള കാൽനട പ്രചരണ ജാഥ ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. കാൽനട ജാഥയുടെ ഉദ്ഘാടനം ഇന്നലെ പെരുന്തുരുത്തിയിൽ സഖാവ് പ്രസാദ് നിർവഹിച്ചിരുന്നു. ഇന്ന് രാവിലെ അയനൂരിൽ നിന്നും ആരംഭിച്ച് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ജാഥ ചിറക്കൽ സെന്ററിൽ സമാപിച്ചത്. സമാപന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ AJ സ്റ്റാൻലി, വൈസ് ക്യാപ്റ്റന്മാരായ PG അർജുനൻ, NK ഹരിദാസൻ, മാനേജർ TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. മൂന്നാമത്തെ കാര്യമോ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം അതിസങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നും എന്താ കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തുള്ള കള്ളപ്പണം കണ്ടെടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ബാങ്ക് ഹോം, ഗ്രൗണ്ട് ഫ്ലോർ, MAB ആർക്കേഡ്, ജെറുസലേം, പഴഞ്ഞി. കൊതിയൂറും രുചിക്കൂട്ടുകളുമായി MAB ബാങ്ക് ഹോം ഡിസംബർ 17 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തദവസരത്തിലും തുടർന്നും താങ്കളുടെയും കുടുംബത്തിന്റെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. MAB ബാങ്ക് ഹോം, ഗ്രൗണ്ട് ഫ്ലോർ, MAB ആർക്കേഡ്, ജെറുസലേം, പഴഞ്ഞി. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. ഫോർഷി കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും. ഫോർഷി കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തി നിർഭരമായ 4ാം ദിനത്തിലേക്ക്. അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തി നിർഭരമായ 4ാം ദിനത്തിലേക്ക്. രാവിലെ 6 മണിക്ക് സമൂഹ പ്രാർത്ഥന, സമൂഹ അർച്ചന, നാമപ്രദക്ഷിണം, സമൂഹ നമസ്കാരം, ത്രിമധുരം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് 5 മണിക്ക് കുട്ടികളുടെ ശ്രീകൃഷ്ണ വേഷങ്ങൾ, ഉറിയടി എന്നിവയും നടന്നു. സന്നിപത്യതമൊത്താത്യ ദൃശ്യന്തേനഗതായിവ പ്രാഗേവ വിദ്യമാനത്വന്ന തേഷാമിൽ വസുദേവ ഉവാച വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷപ്രദേ പരം കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക് സൈവ തുദാശ്രയത്വാദുപചര്യതേ ഗുണൈഃ സത്വം ലോകസ്തയേസുനായാം വിവർഷശുക്ലം ഖലു വർണ്ണമാത്മന സർഗായി രക്തം രജസോപദൂഷിതം കൃഷ്ണം ച വർണ്ണം തമസാ ജനാത്രിയേ തുമസ്യ ലോകസ്യ വിഭൂരിരക്ഷിഷു ഗൃഹേ വിദീർണോസി മമാഖിലേശ്വര രാജന്ന. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ജോയക്സ് നോയൽ എന്ന ക്രിസ്മസ് കരോൾ ഡിസംബർ 23 വൈകിട്ട് 6 മണിക്ക്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 23 സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വൈകിട്ട് 6 ജോയക്സ് നോയൽ. ഇടവകയിലെ എല്ലാ ആത്മീയ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ജോയക്സ് നോയൽ എന്ന് പേരിട്ട വ്യത്യസ്തമായ കരോൾ ആഘോഷം. ഇടവകയിലെ എല്ലാ ജനങ്ങളും സംയുക്ത കരോളിനെത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. വിപണി. അടയ്ക്ക പഴയത് 3600 രൂപ മുതൽ 4325 രൂപ വരെ, പുതിയത് 2800 രൂപ മുതൽ 3290 രൂപ വരെ, രണ്ടാം തരം 1250 രൂപ മുതൽ 2100 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇമ്പാക്ട്. കോട്ടൂർ പണിക്കരികുളത്തിന്റെ പണി പൂർത്തിയായി. വിവാദമായ ആൽമരം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ ഫ്ലക്സ് ബോർഡുകൾ. ഇടതുമുന്നണിയുടെ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു. അരുവായി ശ്രീ ചിറവൻപത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തി നിർഭരമായ 4ാം ദിനത്തിലേക്ക്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ജോയിറ്റ്സ് നോയൽ എന്ന ക്രിസ്മസ് കരോൾ ഡിസംബർ 23 വൈകിട്ട് 6 മണിക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.